السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. الحمد لله. ഇന്നലത്തെ ഗ്രാമർ ക്ലാസ്, അതായത് നമ്മൾ ഇതുവരെ എടുത്ത എല്ലാ ഗ്രാമർ ടിപ്സും കൂടെയുള്ള ഒന്നിച്ചുള്ള ടെസ്റ്റ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ പാർട്ടിസിപ്പേഷനും നമ്മൾ വലിയ പാർട്ടിസിപ്പേഷൻ സാധാരണ 400+ ഒക്കെ പോകുന്ന അത്രയൊന്നും പോയിട്ടില്ല. എന്നാലും ഒരു 286 ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം വലിയൊരു ഗ്യാപ്പിന് ശേഷം വരുന്നതാണ്. പ്ലസ് മൊത്തം ലെസൺസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് പേടിച്ച് മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ ട്രൈ ചെയ്തു. കുറെ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിക്ക് ശേഷം എഴുതിയവർ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ഞാൻ രാത്രിയൊക്കെ ആയപ്പോൾ കുറവായിരുന്നു ആൾക്കാർ. അപ്പം അൽഹംദുലില്ലാ സന്തോഷമായി. പ്ലസ് മിസ്സായവരെ നിങ്ങൾ എഴുതിയവരൊന്ന് പറഞ്ഞ് എഴുതിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം മിസ്സായവർക്ക് ഇതൊരു വലിയ മിസ്സിങ് തന്നെയാന്ന് തോന്നുന്നു. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ വലിയ ഹെവി ആയിട്ടുള്ള ഗ്രാമർ ഒന്നും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അല്ലാത്ത ഗ്രാമർ പഠിച്ചവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ അറിയാം. ഇതെന്താ വളരെ ഇങ്ങനെ നമ്മൾ ഓരോ ഡോട്ട്സ് ടച്ച് ചെയ്ത് പോണേ ഉള്ളൂ. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഖുർആനിലുള്ള ഓരോ വാക്കുകളും ആയത്തുകളും ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻ വരും. നമുക്ക് ഇങ്ങനെ ഓതി പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ കൂടെ നമ്മൾ അർത്ഥവും തഫ്സീറും കൊണ്ടുപോകുമ്പോൾ സുബ്ഹാനല്ലാഹ് കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മെല്ലെ മെല്ലെ എക്സ്പേർട്സ് ആയി വരുന്നത് കാണാം. നമുക്ക് ഇതിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് വളരെ ബേസിക്കാ. അപ്പം ഇതിൽ നിന്ന് മിസ്സായി പോയവർക്ക് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും തൊടാൻ പറ്റില്ല. അതാണ് ഗ്രാമറിന്റെ വലിയൊരു പ്രശ്നം. നമുക്ക് ആ ഒരു ബേസിക്സ് കിട്ടിയിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളെ ഡ്യൂട്ടി ആക്കിയിട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ ഉണ്ടാവുമല്ലോ, സബ് ഗ്രൂപ്പുകളിലെങ്കിലും എഴുതാത്തവർ ആരൊക്കെയാന്ന് നോക്കിയിട്ട് അത് ലീഡേഴ്സിനെ ഏൽപ്പിക്കണ്ട. അത് നിങ്ങൾ ഇൻഡിവിജ്വലി അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് നിങ്ങളെ കൊണ്ട് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ചെയ്യിപ്പിക്കാൻ നോക്കുക. ഓക്കെ, കാരണം ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ച ആരുടെടുത്തോ പറയണ്ടായി, ഈ ഗ്രാമർ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഗ്രാമർ എക്സ്പേർട്സ് ആക്കുക എന്നുള്ളതിനേക്കാളും വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് അൽഹംദുലില്ലാ എനിക്ക് തന്നെ കാണുന്നുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്. കാരണം ചിന്തിക്കാനുള്ള ആ ഒരു നമ്മളെ കൗമ അങ്ങനെ ചിന്തിച്ച് ശീലിച്ചിട്ടുള്ള ആളുകളെ അല്ല അല്ലെ. ഞങ്ങളുടെ ജനറേഷൻ, നമ്മൾ തൊട്ട് മുമ്പുള്ള ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചൊല്ലിക്കോട് തള്ളിക്കോട് തള്ളിക്കളാന്ന് പറഞ്ഞ പോലെ അവരുടെ അടുത്ത് എന്താണോ പറഞ്ഞത് അത് ഒന്ന് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇന്നത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യും. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ തന്നെ. അപ്പം ഇനി വരുന്ന ജനറേഷൻ അങ്ങനെയെല്ലാം നമുക്ക് അറിയുകയും ചെയ്യാം അല്ലെ. ഖുർആൻ ആണെങ്കിൽ പോലും അവർ ചിന്തിച്ചിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തദബ്ബുർ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ തന്നിട്ടുള്ള സാധനമാണ്. അത് നമുക്കിത് അറിയില്ലായിരുന്നു എന്താണ് ചിന്ത എന്ന്. അപ്പം ആ ചിന്തിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ശരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഈ ഗ്രാമർ ടെസ്റ്റിലൊക്കെ ഓരോ ക്വസ്റ്റ്യനും ഏറ്റവും മിനിമം നിങ്ങൾ ബോധമെങ്കിലും ഉണ്ടായിരിക്കണം. ആ ഒരു ഓർമ്മ, നമ്മൾ നിസ്കരിക്കുന്ന നമ്മളുടെ പലരുടെയും നിസ്കാരം നമുക്കറിയാം അല്ലെ. കൈ കെട്ടിയ പാടെ നമ്മൾ വേറെ പല സ്ഥലത്തും പോയിട്ട് വരുന്ന ആൾക്കാരാണ്. ആ ഒരു കോൺസെൻട്രേഷനിൽ പോലും നമുക്ക് ഈ എക്സാം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. ഓരോ ക്വസ്റ്റ്യനും വായിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഓപ്ഷൻസ് നോക്കണം. ഓരോ ഓപ്ഷൻസും കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചിന്തിക്കാനുള്ള ട്രെയിനിങ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ എന്തായാലും തെറ്റും. എല്ലാവരും ഒന്നും എല്ലാ എക്സാമിനും ഫുൾ മാർക്ക് വാങ്ങുന്നവരെയല്ല. എന്തായാലും തെറ്റും. കുറച്ച് അവിടെയും ഇവിടെയൊക്കെ തെറ്റണം. അപ്പം നമ്മളൊരു കാര്യം ചെയ്തിട്ട് തെറ്റുമ്പം ആ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഓക്കെ എനിക്ക് തെറ്റ് പറ്റും എന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ ശരിക്കും ദീനിലെ ഏറ്റവും വലിയൊരു ലെസൺ ആണ്. കാരണം നമ്മൾ ദീനിൽ ഒരുപാട് കാലം ദീൻ പഠിച്ചിട്ടും ഇതെന്താ ഇവർ ഇത്ര കാലം ക്ലാസ് കേട്ടിട്ട് മാറാത്തേന്ന് നമ്മൾ ചോദിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പക്ഷെ നമ്മളെ കൊണ്ടും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഓക്കെ ആണ്, നമ്മളെല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്ത കൊണ്ടാണ് നമുക്ക് ദീൻ കേട്ടിട്ടും ക്ലാസ്സുകൾ കേട്ടിട്ടും മാറാൻ പറ്റാത്തത്. അപ്പൊ മാറാൻ പറ്റണമെങ്കിൽ നമ്മൾ തെറ്റ് വരുത്തുന്നവരാണ്, നമുക്ക് തെറ്റ് പറ്റും എന്ന് നമുക്ക് മനസ്സിലാവണം. അതിനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് ഈ എക്സാമുകൾ. സുബ്ഹാനല്ലാഹ്, എത്ര നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലും തെറ്റുന്നുണ്ട് അല്ലെ. ആ തെറ്റ് കാണുമ്പോൾ ഇങ്ങനെ ഇതാണല്ലേ ഇതുകൊണ്ടാണല്ലേ എന്ന് മനസ്സിലാക്കുമ്പോൾ തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാനും എനിക്ക് തെറ്റ് പറ്റും അല്ലെങ്കിൽ എനിക്ക് തിരുത്താനുണ്ടെന്ന് തിരിച്ചറിവാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ തെറ്റിൽ നിന്നുള്ള ലെസൺസ്. കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും വീണ്ടും പറയാണ്, നമ്മൾ ആരും തന്നെ ഇത് പഠിക്കുന്നത് തിങ്കളാഴ്ചത്തെ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു കാര്യം ഗ്രാമർ ആയിക്കോട്ടെ തഫ്സീർ എക്സാം ആയിക്കോട്ടെ ഒന്നും തിങ്കളാഴ്ചത്തെ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നവരല്ല
അല്ല, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിലുള്ള ഒരു എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത് അല്ലേ. ഗ്രാമർ ഒന്നും നമുക്കല്ലാതെ പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എവിടെയും കൊണ്ട് ഒന്നും കാണിക്കാനില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിലുള്ള ഒരു ടെസ്റ്റിന് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെയാണ് നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത്. ഇവിടെ നമ്മൾ സ്കോർ ചെയ്യാനല്ല പഠിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതം തിരുത്താനും തിരുത്തപ്പെടാനും മാറ്റാനും വേണ്ടി പഠിക്കുക. അതുകൊണ്ട് തെറ്റുകൾ വന്നോട്ടെ, വന്ന തെറ്റുകൾ തിരുത്തുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പാഠമുണ്ടല്ലോ. ഇപ്പൊ ഗ്രാമറിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇപ്പം മേ ബി ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റി പോവാന്ന് വെച്ചോ, ഇതിൽ ഇസ്മും ഫേലും ഹർഫും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശരിയെന്ന് കൊടുത്തു, അത് തെറ്റായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇതാണ് ഇസ്മ. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഇസ്മും ഈ ഫേലും ഈ ഹർഫും നിങ്ങൾ മറക്കൂല. അതുപോലെയാണ് നമ്മളെ ജീവിതത്തിലും ഓരോ തെറ്റുകൾ വന്ന് നമ്മൾ തിരുത്തുമ്പോൾ പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത്. നമ്മൾ എത്ര തിയറി ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ഖുർആൻ ക്ലാസ് കേട്ട് കഴിഞ്ഞാലും നമുക്ക് പഠിക്കാൻ പറ്റൂല. അപ്പം തെറ്റ് തിരുത്തിയിട്ട് പഠിക്കുക. നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക, ഞാൻ തിങ്കളാഴ്ചത്തെ എക്സാമിന് വേണ്ടിയിട്ടല്ല എൻ്റെ ജീവിതത്തെ പ്രിപ്പയർ ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിലുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ഇപ്പം എത്ര തെറ്റ് പറ്റിയാലും നമ്മൾ ട്രൈ ചെയ്യുക, എഴുതുക, ചെയ്യുക, പഠിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിർത്തി പോവരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഫുൾ മാർക്ക് ഒരൊറ്റ എക്സാമിന് സ്കോർ ചെയ്യുക എന്നുള്ളത് ഒരു വിഷയമല്ല. പക്ഷേ മാഷാ അല്ലാഹ് ഞാൻ വിചാരിച്ചതിനെക്കാളും ഒരുപാട് ആളുകൾ സുബ്ഹാനല്ലാഹ് ഈ എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഫുൾ മാർക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഒരു കണക്കിൽ ഏകദേശം 25+ എല്ലാവരും ഫുൾ മാർക്കുകാർ തന്നെയാണ്. 15+കാരെല്ലാവരും നല്ല സ്കോർ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ചെറിയൊരു പെർസെൻറ്റേജും ആളുകളെ 15ന്റെ താഴെ പോയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 100-150ന്റെ അടുത്ത് തന്നെ എൻ്റെ കണക്കിലുള്ള ഫുൾ മാർക്കുകാരാണ് ഈ എക്സാമിന്. മാഷാ അല്ലാഹ്. അപ്പം കാരണം ഇതിൽ ഈ പരീക്ഷയ്ക്ക് വേറൊരു പ്രശ്നം കൊണ്ടുണ്ട്. നിങ്ങൾ ഇതുവരെ എഴുതിയ എക്സാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 30 ക്വസ്റ്റ്യൻ ഓരോന്നും ശരിക്കും ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. ഈ 30 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത്രയും എണ്ണം എന്ന് പറയുമ്പോൾ അത്രയും ലെങ്ത് സമയത്തിൽ നിങ്ങൾ ബോധപൂർവം ഇരിക്കുകയാണ്. ബോധമില്ലാണ്ട് ഈ എക്സാം എഴുതാനേ പറ്റൂല. ശരിക്കും ഓരോ ക്വസ്റ്റ്യനും വായിച്ച് ചിന്തിച്ച് അതിലെന്തായിരിക്കും തെറ്റ്, ഇതിലെന്തായിരിക്കും ശരി, അത് പഠിച്ചു വെച്ചത് നമ്മൾ ഹാർട്ട് അങ്ങനെ ഛർദ്ദിക്കുന്ന ഒരു കാര്യമല്ല ഇതിലെ. പഠിച്ചു വെച്ചത് നമ്മൾ അപ്ലൈ ചെയ്യാണ് ഈ ക്വസ്റ്റ്യനിൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും നിങ്ങൾ ബോധത്തോടു കൂടി ഇരിക്കുകയാണ് ഈ 30 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ലെങ്ത്. മാഷാ അല്ലാഹ്. അപ്പം അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെ. ഞാൻ ഇന്നലെ കുറേ പ്രാവശ്യം ആലോചിച്ചതാ. 30 ഞാൻ ഫ്ലയറിൽ ഇട്ടും പോയി. 30 ക്വസ്റ്റ്യൻ ഇടണോ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു ലെങ്ത്, അത്രയും സമയം അലേർട്ട്നെസ്സും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് നല്ല റെസ്പോൺസ് ആണ്. ഇതിന്റെ അർത്ഥം നിങ്ങളൊക്കെ സുബ്ഹാനല്ലാഹ് അടിപൊളി ആൾക്കാരാണ്. പഠിക്കാൻ പറ്റൂല, ഗ്രാമർ അറിയൂല, എന്നെ കൊണ്ട് പറ്റൂല എന്നൊന്നും ആരും ചിന്തിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ, നമ്മളെ നല്ല നിയ്യത്ത് ഉണ്ടെങ്കിൽ അള്ളാഹു എന്തായാലും ഇതൊക്കെ എല്ലാവർക്കും എളുപ്പം. ഞാനും നിങ്ങളും നമ്മളുടെ കഴിവുകൊണ്ടൊന്നും അല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാന്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എന്തിനാ ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇടുന്നത്, ഇത് തെറ്റിപ്പോണല്ലോ, കുറെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇതിലൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ അൽഹംദുലില്ലാഹ് ട്രെയിനിങ് കിട്ടുകയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് എവിടെ നിന്നൊക്കെയോ കിട്ടിയ ട്രെയിനിങ് ആണ് കേട്ടോ ഞാൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് അള്ളാഹു അതിനുള്ള ഒരു ചാൻസ് എനിക്ക് തന്നു. അൽഹംദുലില്ലാഹ് അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, നിങ്ങൾ ഈ കാര്യം നിർത്തരുത്. നിങ്ങൾ സ്കോർ ചെയ്യുന്ന കാര്യം ചിന്തിച്ചിട്ട് അല്ലോ എനിക്ക് അതറിയില്ലല്ലോ ഇതറിയില്ലല്ലോ എന്ന് വെച്ച് നിർത്തി പോരുത്. ഇബ്ലീസിന് ഇത്ര ഇഷ്ടമുള്ള കാര്യമില്ല. മൂപ്പര് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അത് വലിയ വിള്ളലാക്കി മാറ്റും. അതുകൊണ്ട് ആരും നിർത്തരുത്. ഒപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിർത്താൻ സമ്മതിക്കുകയും ചെയ്യരുത്. അപ്പൊ ഓരോ ഗ്രൂപ്പിലുള്ള ചെയ്യുന്നവര് നിങ്ങളുടെ ഉത്തരവാദിത്തമാക്കി എടുക്കുക, ചെയ്യാത്തവരുടെ കാര്യം ലീഡേഴ്സിന്റെ മാത്രം തലയിൽ കൊടുക്കണം. കാരണം ഇപ്പൊ ലീഡേഴ്സിന്റെ കാര്യം എന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പിലും 30 ആളുകളാണ് ഉള്ളത്. ഈ അടുത്ത് ഷർമി വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, സ്കൂളിൽ തന്നെ ഇപ്പൊ ക്ലാസ്സസിൽ 30 ആൾക്കാരില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പോലും ടീച്ചേഴ്സിന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ 30 ആൾക്കാരെ കാണാതെ ഒരു ഗ്രൂപ്പ് ലീഡർ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ഉത്തരവാദിത്തമാണ്. എനിക്ക് തന്നെ ചില സമയത്ത് കുറ്റബോധം തോന്നാറുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പഠിക്കുന്ന എല്ലാ ആൾക്കാരും നിങ്ങളെ ഉത്തരവാദിത്തമാക്കി എടുക്കുക, ചെയ്യാത്തവരുടെ കാര്യം. നമുക്ക് ഇനിയും ഇൻഷാ അല്ലാഹ് ഈ ഒരു ടെസ്റ്റ് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നമ്മളെ നസീറ ഓപ്പൺ ചെയ്ത് തരും. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഗ്രൂപ്പിൽ ചെയ്യാത്തവരെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഒന്നാമത് അവരെ മെന്റലി എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത് അവർക്ക് അറിയൂല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഗൂഗിൾ മീറ്റ് അങ്ങ് ഇട്ട്, അതിനൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സ് തരും. ഒരു ഗൂഗിൾ മീറ്റ് അങ്ങ് ഇട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുക. നമുക്ക് വേറൊരു അറബി ഗ്രാമർ ക്ലാസ് നടക്കുന്ന
കാര്യം പലർക്കും അറിയായിരിക്കുമല്ലോ. അവിടെ മാഷാ അല്ലാ അവിടെ നല്ല ഇനിഷ്യേറ്റീവ് ഇപ്പം നസീറയും നുസ്രത്തും ഒക്കെ ആയിട്ട് എടുത്തിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് അവർക്ക് തന്നെ മാഷാ അല്ലാ നല്ലപോലെ അതായത് നമ്മളൊരു കാര്യം നമ്മൾ പഠിക്കുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നത് ഭയങ്കര വ്യത്യാസം. അപ്പം അവരും നല്ല രീതിയിൽ മനസ്സിലാക്കി തുടങ്ങി. തീരെ അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഈ റിവിഷൻ ക്ലാസ്സുകളിൽ കയറിയിട്ട് മനസ്സിലാക്കി തുടങ്ങി. കാരണം ഒരു ടീച്ചർ ഒരുപാട് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട് ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. എന്നാൽ ഒരു 2-3 ആളുകളൊക്കെ ഒന്ന് ചേർന്ന് ഇരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും ക്ലിയർ ആക്കാനൊക്കെ ഒരു എളുപ്പം ഉണ്ടാവും. അപ്പം അതും ക്ലിയർ ആയിട്ട് പോകും. അപ്പം പറ്റുന്നവര് സമയമുള്ളവര് സീരിയസ് ആക്കി എടുക്കുക, നിങ്ങൾ പഠിക്കുക, മറ്റുള്ളവരെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് ഇന്നലത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഞാൻ വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾ തന്നെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ടെസ്റ്റിന്റെ കാര്യത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒന്ന്, ടെസ്റ്റ് നിർബന്ധമായിട്ട് എഴുതുക. പഠിക്കൽ നിർബന്ധമാണ്, പഠിച്ചു കഴിഞ്ഞാലേ എഴുതാൻ പറ്റുള്ളൂ. 2, നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ വിടരുത്. അതെന്താന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക വേണം. ആ അന്വേഷിച്ച് കണ്ടുപിടിക്കൽ കഴിയുമെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന റിസൾട്ട് നിങ്ങൾ പെട്ടെന്ന് ആരോടെങ്കിലും പോയി ചോദിച്ച് ഉത്തരം കിട്ടുന്നതിന് ഉണ്ടാവില്ല. ഓക്കെ, അതിന്റെ അനുഭവം കൊണ്ട് പറയാം. നമ്മൾ എക്സാമിനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ എക്സാമിന് വെച്ചാൽ നമുക്ക് ടെസ്റ്റിന് ഒരു ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ ആരോടും ചോദിക്കാൻ പാടില്ല. കൂടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കാൻ പാടില്ല, ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല. നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സ് പഠിപ്പിച്ചെന്ന ലെസൺസ് ബുക്കിലോ ഓഡിയോന്നോ കിട്ടും. അത് നമ്മൾ ഒന്നും കൂടെ കേട്ട് ആ ആൻസറിന് വേണ്ടി അന്വേഷിക്കുമ്പോൾ നമുക്കത് നല്ലപോലെ മനസ്സിലാവും. അപ്പൊ എല്ലാവരും മിസ്സായ ക്വസ്റ്റ്യൻസ് അതിനി 15 തെറ്റിയിട്ടുണ്ടെങ്കിൽ 15 ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഈ എക്സാമിന് ഫുൾ സ്കോർ ചെയ്തവരെക്കാളും മേലെയായി. കാരണം ഫുൾ സ്കോർ ചെയ്തവര് ചിലതെങ്കിലും കറക്കി കുത്തിയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അത് ആൻസർ ശരിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഭാഗത്തേക്ക് നോക്കുകയില്ല. തെറ്റിയാലേ അവർ നോക്കുള്ളൂ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഫുൾ സ്കോർ ചെയ്തവരെക്കാളും മേലെയാവും ഒരു 15 തെറ്റിയവർ. ആ 15നും ആൻസർ അന്വേഷിച്ച് സ്വയം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ട്രിക്സ് ആണ്. ഇത് ഈ ഗ്രാമർ ക്ലാസ്സിന്റെ മാത്രം ട്രിക്ക് അല്ല, ജീവിതത്തിന്റെ ട്രിക്കാണ്. കാരണം ജീവിതത്തിൽ നമ്മൾ ഫെയിൽ ആവുന്നിടത്തൊക്കെ അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ പവർ ഭയങ്കരമാണ്. നമ്മളെ ജീവിതത്തിനും അതിനും ഭയങ്കര മാറ്റം ഉണ്ടാക്കാൻ പറ്റും, മറ്റുള്ളവരുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ജീവിതത്തിന് മുന്നോട്ട് പോകാന്ന് പറയുന്നത് നമ്മളുടെ ആഹ്റാണ് അല്ലെ. നമ്മളൊരു പരീക്ഷണത്തിൽ തകർന്ന് അവിടെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പരലോകം നമുക്ക് മിസ്സാവുകയാണ്. അപ്പൊ നമ്മൾ പരലോകം നമ്മൾ മിസ്സാക്കരുത്. അപ്പം ഈ ഒരു ഗ്രാമർ എക്സാമുകൾ, ഈവൻ തഫ്സീർ എക്സാമുകളൊക്കെ നിങ്ങൾ ട്രെയിനിങ് ആക്കി എടുക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുപാട് പറഞ്ഞു. ഇനി നമുക്ക് എക്സാമിന്റെ ആൻസേഴ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവർ. ഈ ആയത്തിൽ 3 തരത്തിലുള്ള വാക്കുകളും ഉണ്ട്. ഇസ്മ, ഫിഅല്, ഹർഫ. 3 ഉണ്ട് എന്നാണ് പറഞ്ഞത്. മിനൽ ജിന്നത്തി വന്നാസ്, ഇവിടെ ഫിഅലില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത് തെറ്റാണ്. ഓക്കെ, കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആവശ്യമുള്ളിടത്ത് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ കേട്ടോ. അല്ലാത്തത് പറഞ്ഞു പോവാണ്. കാരണം ഇത്രയും നിങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വഷളായി പോകും. നിങ്ങൾ സ്വയം കണ്ടുപിടിക്കണം ആൻസേഴ്സ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഓക്കെ, വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഈ ആയത്തിലെ ദ്വമീർ മുത്തസിൽ കണ്ടുപിടിക്കുക. ഞാൻ അർത്ഥം ആവശ്യമുള്ളിടത്ത് മാത്രമേ അർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ അർത്ഥം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ലമീർ മുത്തസിലിന്റെ കാര്യത്തിൽ പലരും ഡൗട്ട് പറയണ്ടായി. കൺഫ്യൂഷൻ ആവുന്നതാണ് മെയിൻ. ഈ മുൻഫസിൽ മുത്തസിൽ എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് മുതലേ എൻ്റെ ഒരു എളുപ്പത്തിന് പഠിച്ചു വെച്ച ഒരു ട്രിക്ക് ഉണ്ട്. മുത്തസിൽ അല്ലെ, മുത്തസിൽ നമ്മൾ മുത്ത് എന്നുള്ള വാക്ക് അതിൽ നിന്ന് എടുക്കും, മുത്ത്. അപ്പൊ നമ്മള് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് മുത്തസിൽ. നമ്മൾ മദ്ദിന്റെ കാര്യത്തിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം മുത്തസിൽ വരുന്ന സമയത്ത് എന്താണ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാക്കായിരിക്കും അല്ലെ. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വാക്കായിരിക്കും. അതേപോലെയാണ് ദമീർ. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മുത്ത്, നമ്മളായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള. അപ്പം എന്തിനെങ്കിലും കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമായിരിക്കും എന്ത്, മുത്തസിൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഓർത്തു വെക്കാറുണ്ട്. വെറുതെ ഒരു ടിപ്പായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ലഹു. ലഹു അല്ലാതെ വേറെ മുൻഫസിൽ അവിടെ ഇല്ലതാനും. മുൻഫസിൽ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്? ഹുവ, ഹും, ഹിയ, ഹുന്ന, അൻത, അൻതും, അൻതി, അൻതുന്ന, അന, നഹ്നു. അതൊന്നും ഇവിടെ വന്നിട്ടില്ല അല്ലെ. പിന്നെ ആകെ വന്നിട്ടുള്ളത് മുത്തസിൽ ആയിട്ടുള്ള, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലഹു, ഹു ആണ്. അപ്പം ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഹു തന്നെ. ഓക്കെ,
അപ്പം ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഒരു പക്ഷെ വരുന്നത്. പിന്നെ മുത്തസിൽ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം. അതിൽ കൺഫ്യൂഷൻ വരാനുള്ള, മുത്തസിലാണോ മുൻഫസിലാണോ എന്ന് കൺഫ്യൂഷൻ വരാനുള്ള ഒരു വാക്ക് ഹും ആണ് മിക്കവാറും. ഹുമ്മ മുത്തസിലും മുൻഫസിലും സെയിം ആയിട്ട് വരാറുണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം ആയത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഹും എന്നുള്ളത് അറ്റാച്ച്ഡ് ആണെങ്കിൽ അതൊരു വാക്കിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് വരിക. ഇനി അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത കേസിൽ ഇപ്പം റാ ഒക്കെ അവസാനം വരികയാണെങ്കിൽ എഴുതുമ്പോൾ മാറ്റി എഴുതിയെങ്കിലും അർത്ഥത്തിൽ ഉണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ കുറെ നമ്മൾ പ്രാക്ടീസിലൂടെ കിട്ടും. കുറെ തെറ്റുമ്പോൾ നമ്മൾ പലതും പഠിക്കും. അതിന് നമ്മളെ കുറച്ചൊന്ന് തെറ്റാനങ്ങ് വിട്ടുകൊടുക്കുക അതിൽ, എന്നിട്ട് തെറ്റിച്ചിട്ട് അത് പഠിക്കുക. അപ്പം കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഇവിടെ വലം യഖുല്ലഹു കുഫുവൻ അഹദില് ദമീർ മുത്തസിൽ എന്ന് പറയുന്നത് ഹു. ഓക്കെ, അടുത്തത് ഫി ജീദി ഹ ഹബലും മിം മസദ്, അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറുണ്ട്. ഈ ആയത്തില് അവളുടെ എന്നർത്ഥം വരുന്ന വാക്ക് ഹ. ഓക്കെ, നമുക്കറിയാം എഗെയിൻ ദമീർ മുത്തസിലാണ്. ഹിയയുടെ അറ്റാച്ച്ഡ് ഫോം ആണ് ഹ. ഓക്കെ, ഹുവയുടെ ഹു, ഹി, ഹിയയുടെ ഹ. ഇതൊക്കെ ശരിക്കും പഠിക്കാഞ്ഞിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലെന്തായാലും കിട്ടും. നിങ്ങൾ ആദ്യം പഠിച്ച ലെസൺസ് എല്ലാ കാര്യങ്ങളും നോട്ട്സ് ഒക്കെ വെച്ചിട്ടും ഒക്കെ നല്ലോണം ഇതൊക്കെ ബൈഹാർട്ട് പഠിക്കേണ്ടത് ബൈഹാർട്ട് തന്നെ പഠിക്കണം. വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ബൈഹാർട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ, പഠിക്കാഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ഓപ്ഷനും ഇല്ല, നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇൻഷാ അല്ലാഹ്. അപ്പം ഹ ആണ് ഇതിലുള്ള ആൻസർ. അടുത്തത് വറഅയ്ത الناس يدخلون في دين الله أفواجا. ഈ ആയത്തിലെ ഫിഅലായ റഅയ്തയുടെ കർത്താവ് ആര്? തെറ്റിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ, എന്നാലും ഓക്കെയാണ്. നമ്മൾ ഫഅൽത എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ, അൻതക്ക് ഫഅൽത. അപ്പം ആ ഫോമാറ്റ് ആണ്. ഫോമാറ്റുകളിലേക്കൊന്നും പോണില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു ഇതിൽ പറയാണ്. റഅയ്ത, ഫഅൽത, മാദി, അൻത. ഓക്കെ, അടുത്തത് അദമീർ മുൻഫസിൽ, ഡിറ്റാച്ച്ഡ് പ്രൊനൗണിന് ഉദാഹരണമുള്ള ആയത്ത് ഏത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇതിനകത്ത് പ്രൊനൗണേ ഇല്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഇതിലും ഇല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഡിറ്റാച്ച്ഡ് പ്രൊനൗൺസ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്? ഹുവ, ഹും, അൻത, അൻതും, അൻതി, അൻതുന, അന, നഹ്നു. അൻതുമുണ്ട്. വലാ അന ആബിദും, വേറൊന്നും ഇതിനകത്തൊന്നും വരുന്നില്ല അല്ലെ. അപ്പം ആൻസർ സിയും ഡിയും. ഇത് കുറച്ച് ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ മാഷാഅല്ലാ മെജോറിറ്റി ആളുകളും ശരിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഈ ആയത്തിലെ ഫിഅലായ തഅ്ബുദൂൻ, തഅ്ബുദൂന്റെ കർത്താവ് ആരാണ്? ഓക്കെ, തഅ്ബുദൂൻ എന്താണ്? യഫ്അലു, തഫ്അലൂൻ, അൻതും. ഓക്കെ, തഫ്അലൂൻ എല്ലാം ആ ഒരു ഫോമാറ്റ് നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിച്ചിട്ട് അത് ഓർമ്മ വേണം. ഏറ്റവും മിനിമം ഇനി തീരെ ബൈഹാർട്ട് പഠിച്ചു വെക്കാൻ പറ്റാത്തവർ നിങ്ങളുടെ സൈഡിൽ ഒരു എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ചു വെക്കുക മാദി മുദാരി ഫോമുകൾ. എന്നിട്ട് നോക്കിയിട്ട് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ നോക്കി നോക്കി ചെയ്ത് നിങ്ങൾ അങ്ങ് ബൈഹാർട്ട് ആക്കിക്കോളും. ആ ഫോമാറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. തഫ്അലു, യഫ്അലു, യഫ്അലൂന, അതും പിന്നെ നമ്മൾ ഫഅല, ഫഅലു എന്ന് എഴുതിയിട്ടുള്ള മാദി ഫോമുകളും അത് മാത്രം 10 ഫോം 2 നിങ്ങൾ അടുത്ത് എഴുതി ഒട്ടിച്ചു വെച്ചു. അപ്പൊ ആ ഒരു സ്കെയില് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം തഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ അൻതും. അപ്പൊ ഇതൊക്കെ തെറ്റിച്ചവര് എന്തായാലും പഠിക്കാത്തവർ തന്നെയാണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. കാരണം പഠിച്ചു കഴിഞ്ഞിട്ട് ഇതൊന്നും തെറ്റാനുള്ള സാധ്യത കുറവാണ്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നവരായിരിക്കും. അവര് പേടിക്കേണ്ട, സാവധാനം നിങ്ങൾക്ക് അത് ട്രെയിനിങ് ആയിക്കോളും. കുറെ എക്സാം ഒക്കെ എഴുതി നിങ്ങൾ അതിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇനി ഫസല്ലി ലിറബ്ബിക വൻഹർ. ഈ ആയത്തിൽ ഇസ്മ പ്ലസ് ദൊമീർ മുത്തസിൽ. ഓക്കെ, ഇസ്മിനോട് ദൊമീർ അതായത് അറ്റാച്ച്ഡ് പ്രൊനൗണിന് ഉള്ള ഉദാഹരണം ഉണ്ടെന്നാണ് ചോദ്യം. ശരിയാണോ തെറ്റാണോ? റബ്ബിക, റബ്ബ് ഇസ്മാണ്, ക ദൊമീർ മുത്തസിലാണ്. അപ്പം ഇസ്മ പ്ലസ് ദൊമീർ മുത്തസിൽ. അടുത്തത് അല്ലദീ അത്അമഹും മിൻ ജൂഅ്. അല്ലദീ അത്അമഹും മിൻ ജൂഅ്, യാതൊരുവൻ അവർക്ക് വിശപ്പിന് ആഹാരം നൽകിയോ. ഈ ആയത്തിലെ അവർക്ക് ആഹാരം നൽകി എന്ന വാക്കിനെ ആഹാരം നൽകി എന്ന് എങ്ങനെ എഴുതാം? അത്അമ, അത്അമഹും. ഓക്കെ, അല്ലദീ, അതുകൊണ്ടാണ് ഈ അർത്ഥം ഞാൻ മുഴുവൻ എഴുതിയത്. ഈ ഫുൾ അർത്ഥം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അത്അമഹും ആണ് ആഹാരം, അവർക്ക് ആഹാരം നൽകി എന്ന് പറയുന്നത്. അവിടെ ഹും അവർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് എന്നാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കും ആക്കുക അല്ലെ. ദമീർ മുത്തസിൽ പഠിച്ചവർക്ക് അത് ഈസിയാണ്. അപ്പം അത്അമക്കും.
ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ആയത്തുകളിൽ അദമീർ മുത്തസിൽ ഇല്ലാത്ത ആയത്ത് കണ്ടുപിടിക്കുക. വീണ്ടും മുത്തസിൽ അറ്റാച്ച്ഡ് പ്രൊനൗൺ ആണ്. ഓക്കെ, അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇല്ലാത്ത ആയത്താണ് ചോദിച്ചത്. അലം തറ കൈഫ ഫഅല റബ്ബുക അറ്റാച്ച്ഡ് ആണ്. അലം യജഅൽ കൈദഹും അറ്റാച്ച്ഡ് ആണ്. വ അർസല അലൈഹിം അറ്റാച്ച്ഡ് ആണ്. ഫജഅലഹും അറ്റാച്ച്ഡ് ആണ്. ഇത് പലതിനോടുമാണ്. ഇവിടെ ഫജഅലഹുമിന്റെ കേസിൽ ഫെയിലിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അലൈഹിമിന്റെ കേസിൽ ഹർഫിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കെയ്ദഹും റബ്ബുക ഇത് രണ്ടും ഇസ്മിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാം അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആയത്തിലും ദമീർ മുത്തസിൽ ഉണ്ട് എന്നതാണ് ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ. നടത്തുന്നു. നാറുദ്ദോഹിൽ മൂഖദ അത് അള്ളാഹുവിന്റെ ജ്വലിക്കപ്പെട്ട അഗ്നിയാകുന്നു. അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹ അലൈഹിം മുഅ്സദ. ഈ ആയത്തിൽ ഇന്നഹ നിശ്ചയമായും അത്, തീർച്ചയായും അത് എന്നതിലെ ഹ അത് സ്ത്രീലിംഗ ഏകവചനാണല്ലോ അല്ലെ. ഹിയയുടെ അറ്റാച്ച്മെന്റ് ആണ് ഹ. അപ്പം എന്തിനാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? അത് ഇതൊന്നും ഒരു പക്ഷെ നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് തോന്നൂല ഈ ക്വസ്റ്റ്യൻസ്. പക്ഷെ ഖുർആനില് പല സ്ഥലങ്ങളിലും ഇത് അഗെയിൻ വേറൊരു ചെറിയ ട്രെയിനിങ് ആണ്. ഒരു 3-4 ആയത്തൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പം ചിന്തിച്ചു തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾ നിശ്ചയം ആയിട്ടും നിങ്ങൾക്ക് ഒരു ചിന്ത വരും, ഇതെന്തുകൊണ്ടാ ഇവിടെ ഹാ വന്നത് അല്ലേ? പിന്നെ ഹാ നിശ്ചയമായും അത് എന്ന് പറയുമ്പോൾ ഹൂവും വരാലോ. അപ്പൊ ഈ ഹാ എന്തിനെയോ റെഫർ ചെയ്യുന്നുണ്ട്, ഇതിന്റെ മുമ്പ് പറഞ്ഞ എന്തിനെയോ റെഫർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം എന്താണ് ഇവിടെ സ്ത്രീലിംഗ ഏകവചനത്തിൽ ഉള്ളത്? അങ്ങനെയൊക്കെ നിങ്ങൾ മെല്ലെ മെല്ലെ ചിന്തിച്ച് തുടങ്ങണം. അതിനു വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ഇപ്പൊ ആർക്കും പെട്ടെന്ന് ചിലപ്പോൾ നോക്കിയാൽ കണ്ടാ മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്നാലും മാഷാ അല്ലാഹ് കുറെ ആളുകൾ ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇത് കുറച്ചും കൂടെ ഒരു എവിഡന്റ് ആണ്, സ്ട്രെയിറ്റ് ആണ്. ഇതിനകത്ത് വേറെ ഒന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല, നാറല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ എളുപ്പമാണ്. എന്നാൽ ചില ആയത്തുകൾ ഉണ്ടാവും 2-3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് അതിനുശേഷം ഒരു ഹായോ ഒരു ഹൂവോ ഒക്കെ ചേർത്തിട്ടുണ്ടാവും. നമുക്ക് ഏതിനെ കുറിച്ചാ പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ തിരിച്ചു പോയിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകവചനോ ബഹുവചനോ സ്ത്രീലിംഗോ പുല്ലിംഗോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമുക്ക് അതിന്റെ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. ശരിക്കും മുഫസ്സിരീങ്ങളും ഈ ഭാഷാ പണ്ഡിതന്മാരൊക്കെ ഇത്രയും കുറേ റിസർച്ചും അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് നമുക്ക് ഇതൊക്കെ ഇവിടെ എഴുതിയും പറഞ്ഞും വെച്ചിട്ടുള്ളത്, നമുക്ക് ഇത്ര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പം അത് എന്തുകൊണ്ടാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും സുബ്ഹാനല്ലാഹ് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് വരും, ഒരു എളുപ്പം വരും. അപ്പം ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞു കുറച്ച് സ്ട്രെയിറ്റ് ആണ്. നാറുൻ ആണ്, നാറുനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് അത് നാറുനാണ് ആൻസർ എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, നാറുൻ എന്നുള്ള വാക്ക് അവസാനം താ ഇല്ലെങ്കിൽ പോലും അത് സ്ത്രീലിംഗം ആണ്. ഓക്കെ, എന്തിനെ കുറിച്ചെന്നാ പറഞ്ഞേ? ഉത്തമയോ? ഓ ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഓക്കെ, എന്നാ പിന്നെ അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാനിത് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇൻവാലിഡേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാവർക്കും മാർക്ക് ഇടാം ഈ ക്വസ്റ്റ്യൻ തെറ്റിയവർക്കും. ഇൻഷാ അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ജസാക്കല്ലാഹു ഖൈറ ഫറ. അടുത്തത് അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഈ ആയത്തിൽ ദമീർ മുത്തസിൽ അറ്റാച്ച്ഡ് പ്രൊനൗണിനും ദമീർ മുൻഫസിൽ ഡിറ്റാച്ച്ഡ് പ്രൊനൗണിനും ഉദാഹരണം ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ദമീർ മുത്തസിലിനും ദമീർ മുൻഫസിലിനും ഉദാഹരണം ഉണ്ട്. ആൻസർ ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. അല്ലദീന ഹും അൻസ്വലാത്തി ഹിം അല്ലെ, രണ്ടും ഉണ്ട്. അതുകൊണ്ട് ഇതിന് രണ്ടിനും ഉദാഹരണമുണ്ട് എന്നുള്ളതാണ് ശരി. അടുത്തത് യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ്. ഈ ആയത്തിലെ ഫിഅല് ഏതാണ്? യൗമ ഇസ്മാണ്, യകൂനു ആണ് അവിടുത്തെ ഫിഅല്, നാസ് ഇസ്മാണ്, ക എന്നുള്ളത് ഹർഫാണ്, അൽ ഫറാഷ് ഇസ്മാണ്, അൽ മബ്സൂസ് ഇസ്മാണ്. ഇവിടെ യകൂനു ആണ് ഇവിടുത്തെ എന്താണ് ഫിഅല് എന്ന് പറയുന്നത്. അടുത്തത് നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നി അത്രേ അത്. ഈ ആയത്തിൽ ഇസ്മ മാത്രമേ ഉള്ളൂ, ഫിഅലും ഹർഫും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നി അത്രേ അത്. കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഹർഫുകളൊന്നും ഇല്ല, ഫിഅലും ഇല്ല അല്ലെ. അപ്പം ഇത് ഇസ്മ മാത്രമാണ്.
അടുത്തത് ഫീഹ കുതുബും ഖയ്യിമ. ആ ഗ്രന്ഥ താളുകളിൽ സത്യനിഷ്ഠമായ പ്രമാണങ്ങൾ ഉണ്ട്. ഓക്കെ, ഈ ആയത്തിലെ ഫിഅല് ഏതാണ്? ഫീഹ കുതുബുൻ ഖയ്യിമ. ഇത് ഒന്നും ഇതിനകത്ത് ഫിഅലില്ല അല്ലെ. ഫീ ഹർഫാണ്, ഹ ഇസ്മാണ്, കുതുബുൻ ഇസ്മാണ്, ഖയ്യിമ ഇസ്മാണ്. അപ്പം ആൻസർ ഇവയൊന്നും അല്ല എന്നുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് അർത്ഥം കണ്ടിട്ടും ഇസ്മാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾ പഠിച്ച മാദി മുദാരി ഫോമുകൾ എങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇസ്മാണെന്ന് അസ്യൂം ചെയ്തിട്ട് പോവാ. ഇപ്പം മെല്ലെ മെല്ലെ നമുക്ക് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ ആയത്തിലെ ഫിഅൽ അല്ലെങ്കിൽ വേർബിന്റെ കർത്താവ് ആരാണ്? ഓക്കെ, ഈ ആയത്തിലെ ഫിഅൽ എന്ന് പറയുന്നത് ഖലഖന അല്ലെ. ഖലഖന ഫഅൽന ഫോർമാറ്റ്. ഫഅൽന ഫോർമാറ്റിലാവുമ്പോൾ എന്താണ്? നഹ്നു. ഓക്കെ, നഹ്നു. ഫഅൽന എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്തു ആണ് അല്ലെ. അപ്പം നഹ്നു. അപ്പൊ ഖലഖന നാം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. റെഫർ ചെയ്യുമ്പോൾ നാം എന്ന് പറഞ്ഞ റെസ്പെക്റ്റോട് കൂടി അള്ളാഹ് റെഫർ ചെയ്യാറുണ്ട്. വവജദക ضالًا فهدى. വവജദക ضالًا فهدى. ഈ ആയത്തിലെ വേർബിന്റെ കർത്താവ്. ഈ ആയത്തിൽ ആക്ച്വലി 2 വേർബുകൾ ഉണ്ട്. എന്നാലും സ്വാഭാവികമായിട്ടും ഈ ഒരു വജദക എന്ന് കാണുമ്പം ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിട്ടത്. അതുപോലെ തന്നെ അതിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുമുണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴും ഈവൻ റിവിഷൻ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, നമ്മൾ അവിടെ ഒരു ദമീർ മുത്തസിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി വെച്ചിട്ട് വേണം ആ വേർബിന്റെ ഫോം എടുക്കാൻ അല്ലെ. വജദ എന്ന് പറയുന്നത് ദമീർ മുത്തസിലാണ്. നിന്നെ അല്ലെ, നിന്റെ എന്നൊക്കെ വരുന്ന അർത്ഥം വരുന്ന വാക്കാണ്. അപ്പൊ വജദയാണ് ഇവിടുത്തെ ഫിഅല്. വജദ എന്ന് പറയുമ്പോൾ നമുക്ക് ഫഅല ഫോമാറ്റിൽ വരും. അപ്പം ഇവിടുത്തെ അതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹുവയാണ്. ഓക്കെ, ഒരുപാട് ആളുകൾ ശരിയാക്കിയവരെക്കാളും കൂടുതൽ തെറ്റിച്ചിട്ടുണ്ട് ഈ ഒരു ആൻസർ. അപ്പം ആ ഒരു പാർട്ട് ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും കൂടെ പോയി ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒന്നും കൂടെ കേട്ടിട്ട് വേണമെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്തവർക്ക് തന്നെ വേണമെങ്കിൽ ഈ ടെസ്റ്റ് ഒന്നും കൂടെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോഴല്ല, സമയം നമ്മൾ അടുത്ത ഒരു ടെസ്റ്റിന്റെ മുമ്പേ ആയിട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് അതിനൊരു റിവിഷനും കൂടെ ആവും ഇൻഷാ അല്ലാഹ്. ചെയ്തവരുടെ കാര്യമാണ്, ചെയ്യാത്തവർക്ക് എന്തായാലും ഒരു ഓപ്പണിംഗ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇനി വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു. വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു. ഇതിലെ 2 ഫിഅല, ഇതിനകത്ത് 2 ഫിഅല ഉണ്ട് അല്ലെ. കഫറയും കഫറുവും. കഫറയും കഫറുവും. ഇതിലെ 2 ഫിഅലിന്റെയും കർത്താവിനെ കണ്ടുപിടിക്കുക. ഇത് 2 മാർക്ക് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാരണം 2 സബ്ജക്റ്റിനെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം ഇവിടെ കഫറയുടേത് വമാ കഫറ ഫഅല ഹുവ അല്ലെ. കഫറൂൻ്റെത് ഫഅലു ഹും. അപ്പം ഇതാണ് ഹുവയും ഹുമ്മുമാണ്. 2 കണ്ടുപിടിക്കാനുള്ള ഉണ്ടാണ് 2 പോയിന്റ് കൊടുത്തത്. അപ്പം കഫറ സുലൈമാനു, ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. കഫറു എന്ന് പറയുന്നത് ഷയാത്തീനെ കുറിച്ചാണ് പറയുന്നത്. അവർ. ഓക്കെ, അവൻ, അവർ. അടുത്തത് വയതഅല്ലമൂന മാ യദുറുഹും വലാ. വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും. ഇതിൽ ഫഅല മാദി അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിന് ഉദാഹരണം ഉണ്ട്. അപ്പം ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ് ഫഅല മുദാരിന്റെ ഫോമാറ്റ് പഠിച്ചവർക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ. യതഅല്ലമൂന, യദുറു, യൻഫഉഹു ഒക്കെ എന്താണ്? മുദാരി ഫോമുകളാണ് അല്ലെ. അതീന, യാ അവസാനം വരുന്ന ഫോമുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അതെ, കഫറ സുലൈമാൻ എന്ന് പറയുമ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാം തന്നെയാണ് ഫായില്. പക്ഷെ നമ്മൾ ഇവിടുത്തെ വേർബുകൾ മാത്രം എടുത്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആ വേർബ് ഇപ്പൊ കഫറ എന്ന് ആ ഒരു ക്വസ്റ്റ്യനിലുള്ള വേർബുകൾ കഫറ, കഫറു, അതിന്റെ സബ്ജക്റ്റ് ആരാണെന്നാണ് ചോദിച്ചത്. നമ്മൾ അതായത് ഫുൾ സെന്റൻസ് ലെവലിലൊന്നും ഇവിടെ ഗ്രാമർ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് എന്താണ് മാദി മുദാരിയും ഐഡന്റിഫൈ ചെയ്യാനും ആ ഒരു മാദിയായ വാക്ക് കാണുമ്പോൾ അത് ആരാണ് അതിന്റെ കർത്താവെന്ന് മനസ്സിലാക്കാനുമാണ്. ഫുൾ സെന്റൻസിലേക്കും ഫെയിലിന്റെ മുമ്പ് എന്താണ്
ഫയൽ വരുന്നതും ഫെയിലിന് ശേഷം ഫയൽ വരുന്നതും അത് ഐഡന്റിഫൈ ചെയ്യുന്നതും ആ ലെവലിലുള്ള ഗ്രാമർ ഒന്നും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ഗ്രാമർ പഠിക്കുന്നവര് വളരെ ബേസിക് ലെവലിലുള്ള അറിവുള്ളവർ മാത്രമാണ്. ഓക്കെ, മാഷാഅല്ലാഹ്. വയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും. ഓക്കെ, അപ്പം ഇവിടെ ഫെഅല് മുദാരി മാത്രമേ ഉള്ളൂ. എല്ലാം അതൈന അല്ലെ, യാ ആദ്യം വരുന്ന വാക്ക് ഫെഅലുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഫെഅല് മാദി ഇല്ല. മാദിക്ക് ഉദാഹരണം ഇല്ല. അടുത്തത് യഖ്തുലു, അവൻ കൊല്ലുന്നു. അവർ സ്ത്രീകൾ കൊല്ലുന്നു, അതായത് സ്ത്രീകളുടെ ബഹുവചന രൂപം അല്ലെ, ഹുന്ന, ആ ഫോമിൽ വരുമ്പം എങ്ങനെയാണ് അതിനെ എഴുതുന്നത് എന്ന്. യഖ്തുലൂന. ഇത് കുറച്ച് ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. ചിലപ്പം യായും തായും തമ്മിൽ മനസ്സിലാവാത്തതാവാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്, യായും തായും തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ. പിന്നെ ചിലരെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നു, അത് ഈ ഓപ്ഷൻ, അതായത് ബി ഓപ്ഷൻ കൊടുക്കാൻ, സി ഓപ്ഷൻ കൊടുക്കാൻ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞു തരണം, ഞാൻ അതിന് ഒരു കംപ്ലൈന്റ് റേസ് ചെയ്യാൻ നോക്കാം. ഈ ക്വസ്റ്റ്യനല്ല, വേറൊരു ക്വസ്റ്റ്യനും കൂടെ അങ്ങനെ ഒരാൾ പറയുണ്ടായി. അവര് ആൻസർ അറിയാം, പക്ഷെ ആൻസറിന്റെ ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് ക്ലിക്ക് ആവുന്നില്ല. അത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ചിലപ്പം ഫോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവാം. കാരണം ഇത് ഗൂഗിളിന്റെ ഇതല്ലേ, ഗൂഗിളിന്റെ പ്രോഡക്റ്റ് ആണ് ഗൂഗിൾ ഫോം. അപ്പൊ ഗൂഗിൾ ക്രോമില് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കേസിൽ ഇങ്ങനെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം അതൊന്നും ഇപ്പം എല്ലാവർക്കും അറിഞ്ഞോളണമെന്ന് തോന്നുന്നില്ല, എന്റെ ഫോണിൽ എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പം അതൊരു റീസൺ ആവും. അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ റീസൺസ് ഉണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യന് നിങ്ങൾ വിചാരിച്ചല്ലേ, നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി വന്ന് പറയണം. അപ്പൊ ഒരു കംപ്ലൈന്റ് റേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാനോ വേണ്ടിയാണ്. ഓക്കെ, ഇൻഷാല്ലാ. അതുപോലെ ഫോം ലോഡ് ആവുന്നില്ല എന്നുള്ള കുറച്ച് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്. ഒരാളുടെ എന്തോ ഞാൻ ഇന്നലെ അൽഹംദുലില്ലാ ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വീട്ടിൽ മക്കളെടുത്തോ അങ്ങനെ ആരെടുത്തെങ്കിലും ചോദിച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക, എപ്പോഴെങ്കിലും നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് അത് ശരിയാക്കാം ഇൻഷാല്ലാ. ഇനി അടുത്തത് من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. ഈ ആയത്തിൽ അല്ലെങ്കിൽ വേർബിന് ഉദാഹരണം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തുടങ്ങുമ്പോൾ തന്നെ അറിയാം അല്ലെ, ക്യാന ഫേലാണെന്ന് നമ്മൾ അതിന്റെ കൂടെ പഠിച്ചിട്ടുണ്ട് അല്ലെ. കാനയ്ക്ക് വേണ്ടി നമ്മളൊരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്, കാനയ്ക്കും കാലയ്ക്കും ഒക്കെ. അതുകൊണ്ട് ഇവിടെ ക്യാന ഫേലാണ്. അപ്പൊ ഫെയിലിന് ഉദാഹരണം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ബാക്കിയെല്ലാം ഇസ്മും ഹാഫും ഒക്കെ ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇത് തെറ്റാണ്. ഫെയിലിന് ഉദാഹരണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അടുത്തത് നിങ്ങൾ, സ്ത്രീലിംഗം. ഓക്കെ, സ്ത്രീലിംഗത്തിൽ നിങ്ങൾ ബഹുവചനാണ് എന്നർത്ഥം വരുന്ന ദമീർ. ഇത് അൻതി എന്ന് എഴുതിയവരുണ്ട്. ചിലപ്പം നീ, നമ്മൾ പൊതുവെ മലയാളത്തിൽ അങ്ങനെയാണല്ലോ, നീ എന്ന് പറയുന്നത് കുറവല്ലേ നമ്മളെ നാട്ടില്, അങ്ങനെ വിചാരിച്ചിട്ട് എഴുതിയതാവാം. അപ്പം അങ്ങനെ അൻതി എഴുതാം. എപ്പം നമ്മളുടെ ഓപ്ഷൻസിൽ അൻതുന്ന ഇല്ലായിരുന്നെങ്കിൽ അൻതി ആയിരുന്നു കറക്റ്റ്, അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ അൻതുന്ന ഉള്ള സ്ഥിതിക്ക്, അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുമ്പം എല്ലാ ഓപ്ഷൻസും നോക്കിയിട്ട് വേണം ആൻസർ മാർക്ക് ചെയ്യാൻ. എവിടെയെങ്കിലും ഒരു ട്രിക്കിന് ശരിയായ ഒരു ആൻസർ ഉണ്ടാവും, എന്നാൽ ശരിയായി തോന്നുന്ന ഒരു ആൻസറും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഭയങ്കര അലേർട്ട്നെസ് വേണം. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഓപ്ഷൻസ് വായിച്ച് ഓപ്ഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന അടിവരയിട്ടിട്ടുള്ള വാക്കുകളിൽ അൻതും കർത്താവായിട്ടുള്ള വാക്ക് റസഖ്നാക്കും ആണ്. ഇത് എനിക്കൊന്ന് ഈ ഒരു ഏരിയ ആണ് എല്ലാവർക്കും പ്രശ്നം വരുന്ന ഏരിയ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫുൾ ടെസ്റ്റ് വെച്ചത് തന്നെ. ഇപ്പോഴും ഇത് മനസ്സിലാവാത്തവരുണ്ട്. അപ്പൊ ഇത് മനസ്സിലാവാത്തവരുടെ ഉത്തരവാദിത്തം അവരവരുടെ സബ് ഗ്രൂപ്പിലുള്ള മനസ്സിലായവരെ ഞാൻ ഏൽപ്പിക്കുകയാണ്, ഞാൻ ഏറ്റെടുക്കുന്നില്ല. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് നന്നാവുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ഇത് തമാശക്ക് പറയല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സബ് ഗ്രൂപ്പിലെ ചെയ്യാത്ത ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ടെസ്റ്റ് എഴുതാത്തവരെ നിങ്ങൾ എഴുതിക്കന്നെ വേണം. ഇൻഷാ അല്ലാഹ് അത് ലീഡേഴ്സിന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടുകയും വേണ്ട ആരും. അപ്പം ഇവിടെ വലംതും എന്ന് പറയുമ്പോൾ ഫഅൽതും ഫോമാറ്റ് ആണ്, അതിന്റെ സബ്ജക്റ്റ് അൻതും ആണ്. റൊസഖ്നാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൊസഖ്ന പ്ലസ് കും ആണ്.
ഓക്കെ. റസഖ്ന എന്ന് പറഞ്ഞ ഫഅൽന ഫോമാറ്റ് ആണ്. ഫഅൽന ഫോമാറ്റിന്റെ സബ്ജക്റ്റ് നഹ്നു ആണ്. അതുകൊണ്ട് തന്നെ റസഖ്നാക്കുമിന്റെ സബ്ജക്റ്റ് ഇവിടെ അൻതും അല്ല. സബ്ജക്റ്റ് അല്ല ഇവിടെ അൻതും. റസഖ്ന എന്ന് വെച്ചാൽ നാം റിസ്ക് നൽകി, കും നിങ്ങൾക്ക്. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾക്ക് നാം റിസ്ക് നൽകി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. അപ്പൊ അവിടെ സബ്ജക്റ്റ് നാം, നമ്മൾ, ഞങ്ങൾ ആണ്. അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ഓക്കെ. അപ്പം അൻതും അല്ല ഇവിടെ സബ്ജക്റ്റ്. വലംതുമിന്റെ ഇന്നക്കും വലംതും അംഫുസക്കും. ഇവിടെ മൂസ അലൈഹിസ്സലാമ അദ്ദേഹത്തിന്റെ കൗമിന്റെ അടുത്ത് പറയാണ്, നിശ്ചയമായും നിങ്ങൾ ദുൽമ് ചെയ്തിട്ടുണ്ട്. അപ്പം വലംതും നിങ്ങൾ, ഫഅൽതും. അപ്പൊ കർത്താവ് വലംതും ആയിട്ടുള്ളത് ഏത് വാക്കിന്റെയാണ്? അല്ല, കർത്താവ് അൻതുമായിട്ടുള്ളത് വലംതും എന്ന വാക്കിന്റെയാണ്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിച്ചവർക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലുള്ള ഇനി എവിടെയും നിങ്ങൾ ഫഅൽതും ഫോമാറ്റ് ഒക്കെ കാണുമ്പം, അല്ല തും ഫോമാറ്റ് കാണുമ്പം അതിന്റെ കർത്താവ് അൻതും ആണെന്നും മനസ്സിലാക്കുക. എന്നാൽ എന്തിന്റെങ്കിലും അവസാനം കും ഉണ്ടെങ്കിൽ അതിന്റെ ഇപ്പുറത്തുള്ള പാർട്ട് മാത്രം എടുത്തിട്ട് അത് ഏത് ഫോമാറ്റാന്ന് നോക്കിയിട്ട് അതിന്റെ സബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഡെയിലി നിങ്ങൾ ഖുർആൻ ഓതുന്നവരല്ല, ഒരിത്തിരിയെങ്കിലും എല്ലാവരും ഓതുന്നുണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ കാണുമ്പോൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് മനസ്സിലാക്കി അതിന്റെ അർത്ഥം, വാക്കർത്ഥമുള്ള ഖുർആനുകൾ ഉണ്ടല്ലോ അല്ലെ, ആപ്പുകളും ഉണ്ട് ഖുർആനും ഉണ്ട്. അപ്പം അതിൽ അർത്ഥം നോക്കിയിട്ട് ശരിക്കും ഇവിടെ എന്താ, ആര് ചെയ്തു എന്നാ പറയുന്നത്, ആരോട് ചെയ്തു എന്നാ പറയുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് പഠിക്കുക. അത് കുറച്ച് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അത് ഈസി ആയിട്ട് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ഞരമ്പുകളിലേക്ക് അതങ്ങ് ഇറങ്ങിക്കോളും. ഇപ്പൊ തജ്വീദൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ല, ആദ്യമൊക്കെ ഈ റൂളിന്റെ പേരും ഒക്കെ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിക്കും അല്ലെ. പിന്നെ ആ റൂൾ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഓതി കറക്റ്റ് ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്കത് നമ്മളുടെ ഞരമ്പിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെയാണ് ഇതും. നമ്മൾ ചെറിയൊരു ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായാൽ മാത്രം മതി. ഇൻഷാ അല്ലാഹ്. അടുത്തത് ജലസ, അവൻ ഇരുന്നു, ഞങ്ങൾ ഇരുന്നു എന്ന് എങ്ങനെ എഴുതും? തൊട്ടു മുമ്പേ പറഞ്ഞതുപോലെ റസഖ്ന പോലെ തന്നെ ജലസ്ന. ഓക്കെ. ഫഅൽന ഫോമാറ്റ് ജലസ്ന. فإنه نزله على قلبك بإذن الله. فإنه نزله على قلبك بإذن الله. ഇതിൽ 3 തരത്തിലുള്ള വാക്കുകളുടെയും കൂടെ ദമീർ മുത്തസിൽ, ഓക്കെ, അറ്റാച്ച്ഡ് പ്രൊനൗൺ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഓരോ അറ്റാച്ച്ഡ് പ്രൊനൗൺസ് നോക്കാം ഇതിനകത്തുള്ള. ഫ ഇന്നഹു, ഇന്ന ഹർഫ്, നസ്സലഹു, നസ്സല ഫിഅല, അലാ ഖൽബിക, ഖൽബ് ഇസ്മ. അപ്പൊ 3ന്റെ കൂടെയും ദമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ് ഇവിടെ ഉണ്ട്. അപ്പം ഇത് കറക്റ്റ് ആണ്. ഇന്നല്ലാഹ എന്നതിൽ അള്ളാഹു എന്നതിനെ ഒരു ദമീർ മുത്തസിൽ ഉപയോഗിച്ച് മാറ്റി എഴുതുക. ഓക്കെ. അപ്പം അള്ളാഹു, ഓക്കെ, ഇന്ന അള്ളാഹ, അള്ളാഹു, അള്ളാഹു പുല്ലിംഗ ഏകവചനം, ഇന്നഹു അല്ലെ. അള്ളാഹുവിന് പകരം എപ്പോഴും ഇന്നഹു ആണ് വരാറ്. ചിലർ ഇന്നന എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇന്നന എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് തന്നെ പറയുന്ന, ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നന വേണമെങ്കിൽ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാം. കാരണം ഇന്ന എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ അള്ളാഹുവിനെ എന്താ പറയാ റെഫർ ചെയ്തിട്ട് എഴുതാറുണ്ട്. ഇതൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇനി ഈ ഇന്നന എഴുതിയവര് അറിഞ്ഞെഴുതിയതോ അറിയാതെ എഴുതിയതോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ കാര്യത്തിൽ മാത്രം ഇന്നനെയും ഇന്നിയും ഞാൻ കറക്റ്റ് ആയിട്ട് എടുക്കുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ അള്ളാഹുവിനെ റെഫർ ചെയ്തുകൊണ്ട് ഇന്നാന്നും ഇന്നീന്നും പറഞ്ഞ് ഖുർആനിൽ പറയാറുണ്ട്. അതുകൊണ്ട് ഇത് ആക്ച്വലി നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹ എന്നുള്ള പുല്ലിംഗ ഏകവചനം ഹുവയ്ക്ക് റീപ്ലേസ്മെന്റ് എന്താണെന്ന് ചോദിച്ചിട്ടാണ്. ഇന്നഹു ആണ് അത്. പക്ഷെ ഖുർആനിലുള്ള ഒരു സ്റ്റൈല് വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ തന്നെ നാമെന്നും ഞാനെന്നും പറഞ്ഞ് പറയാറുള്ളത് കൊണ്ട് തന്നെ ഇന്നയും ഇന്നായും ഇന്നിയും കറക്റ്റ് ആണ്, അങ്ങനെ കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ 3 എണ്ണത്തിനും ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് കുൽന, നാം അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു എന്ന് എങ്ങനെ എഴുതാം? അല്ല, കുൽന എന്ന് പറഞ്ഞാൽ നാം അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു എന്നാണ്. എന്നാൽ ഇതിനെ പറയുന്നു, നാം അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്നു എന്ന് എങ്ങനെ എഴുതും? അത് നമുക്കറിയാം, ഫെയല് മാദീനെ ഫെയല് മുദാരി ആക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം പറയുന്നു, നഖൂലു അല്ലെ, നഫഅലു. ഫഅലയാണ് എന്താണ്, യഫ്അലു ആണെങ്കിൽ അവിടെ നൂന ആദ്യം വരാണ് ചെയ്യുന്നത് യാക്ക് പകരം. അതേപോലെ ഖുൽന എന്നുള്ളത് യഖൂലു എന്നുള്ളത് എന്താവും, നഖൂലു.
ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഖാലു അതജഅലു ഫീഹ മൻ യുഫ്സിദു ഫീഹ. ഇതിലെ മൂന്ന് ഫേലുകളുടെയും കർത്താവ് കണ്ടുപിടിക്കുക. ഖാലു, ഇവിടെ ഒരൊറ്റ സെന്റൻസ്, ഇത് കംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാലും ഇതിനകത്ത് തന്നെ 3 ഫേല് വന്നിട്ട് അതിന് 3നും വേറെ വേറെ കർത്താവുകളുള്ള യൂസേജാ. സുബ്ഹാനല്ലാഹ്, അല്ലെ? എത്ര പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. ഖാലു, ഫഅലു ഫോമാറ്റ്, അല്ലെ? അത് ഹും ആണ്. അപ്പൊ തന്നെ ഈ ഓപ്ഷൻസിൽ ഇതും മാത്രമേ കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി അതജഅലു, തജഅലു എന്ന് പറയുമ്പോൾ അൻതയും ഹിയയും വരാം. അപ്പം ഇവിടെ ഈ ഓപ്ഷൻസിൽ അൻത രണ്ടിലും ഉണ്ട്. പിന്നെ യുഫ്സിദു, പലരും ഈ ഫീഹയിൽ പെട്ടിട്ടാണ് ഹിയ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ടുള്ളത്. ഈ ഓപ്ഷൻ കറക്റ്റ് ആക്കിയ ആൾക്കാരുണ്ട്. കാരണം ഇവിടെ ഫീഹ അല്ല, യുഫ്സിദു ആണ് ഫേല്. യുഫ്സിദു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോമിൽ യഫഅലു ഫോമാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹുവയാണ്. ഹും, അൻത, ഹുവ. അപ്പം ഈ ക്വസ്റ്റ്യന് പറഞ്ഞ പോലെ 3 മാർക്ക് ഇട്ടിട്ടുണ്ട്. 3 സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് അങ്ങനെ ടോട്ടലി 30 മാർക്കാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. തെറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലത് ആദ്യം പഠിക്കുന്നവർക്ക് ഇതൊക്കെ എന്താ, ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം ഈ ഒരു ആയത്തിലേക്ക് ചിലപ്പം ഫെയിൽ ഐഡന്റിഫൈ ചെയ്യാനും സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, സ്റ്റിക്ക് ഓൺ. അത് ഇങ്ങനെ ചെയ്ത് മനസ്സിലാക്കി പിന്നെയാണ് പലതും നമുക്ക് ഓക്കെ ശരിക്കും ഇതിങ്ങനെ ആയിരുന്നു എന്ന്. അതായത് റിപ്പീറ്റീഷൻ മേക്സ് ഡിഫറൻസ്. ഓക്കെ, റിപ്പീറ്റീഷനും അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിരിക്കുക. എക്സാമുകൾ എഴുതുക, തെറ്റിൽ നിന്ന് പഠിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. ജീവിതവും അത് തന്നെയാണ്. തെറ്റിൽ നിന്ന് പഠിക്കുക, തിരുത്തിക്കൊണ്ടിരിക്കുക, മുന്നോട്ട് പോവുക. ഇന്നും നാളെയും പെർഫെക്റ്റ് ആയിട്ട് മറ്റന്നാൾ അങ്ങ് ഞാൻ സംഭവമാക്കാന്ന് ആരും വിചാരിക്കേണ്ട. ജീവിതത്തിനെ കുറിച്ച് മരണം വരെയും ചെയ്തുകൊണ്ടിരിക്കുക, തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുക, തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എഫേർട്ടിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുന്നത്, അല്ലാതെ നമ്മൾ ചെയ്യുന്ന റിസൾട്ടിനല്ല. റിസൾട്ട് തരുന്നത് റബ്ബാണ്. എന്ത് കാര്യത്തിലും റിസൾട്ട് തരുന്നത് റബ്ബാണ്. ജീവിതത്തില്, ഇബാദത്തില്, നമ്മളുടെ ഡീലിങ്സില്, എല്ലാ കാര്യത്തിലും റിസൾട്ട് തരുന്നവൻ റബ്ബാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എഫേർട്ടും കൺസിസ്റ്റൻസിയും നിർത്താതെ മുന്നോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ആരെയും കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. ജീവിതമാണെങ്കിലും ഗ്രാമർ ആണെങ്കിലും ഓരോരുത്തരും വരുന്ന ട്രാക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആണ്, എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. നമ്മൾ പറയാറുള്ളത് പോലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോരുത്തർക്കും കിട്ടുന്നത് വേറെയാണ്. ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ട്രേസ് എന്ന് പറയുന്നത് വേറെയാണ്. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അപ്പോൾ ഓരോരുത്തരും വേറെ വഴികളിലൂടെയാണ് തെറ്റുകളും ശരികളും ഒക്കെ ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റിനും പോണ്ട, അതെന്താന്നാലും അങ്ങനെ ചെയ്തത് എന്ന് ജീവിതത്തിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട. കാരണം അവർ വരുന്ന വഴി അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ചേർത്ത് നിർത്തുക, സഹായിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. അതേപോലെ ഗ്രാമറിന്റെ കാര്യത്തിൽ ഓക്കെ, ഞാൻ എപ്പോഴും ജീവിതമായിട്ട് കൂട്ടിക്കുഴച്ച് പറയാണ്, നിങ്ങൾ ഗ്രാമറിന്റെ കാര്യത്തിലും ഈ ലെസൺ എടുക്കുക. എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അല്ല, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് 100% ഒന്നും പറ്റൂല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരും അവനവന്റെ കാര്യം മാത്രം നോക്കിയിട്ട് മുന്നോട്ട് പോവണ്ട. ഓക്കെ, ഇൻഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ അടുത്ത് നിന്ന്. ഇൻഷാ അല്ലാഹ്, ആമീൻ. അൽഹംദുലില്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.